ചങ്ങമ്പുഴ പാർക്കിലേക്ക് നൂറുകണക്കിന് ആൾക്കാർ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും ഈ നാട് ഒരുപക്ഷെ തീവ്രവാദികൾക്കെതിരെയാണെന്ന് ഉറക്കെ പറയാനും വേണ്ടി കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ചങ്ങമ്പുഴ പാർക്ക്. ഈ രാവിലെ മുതൽ തന്നെ ഒഴുക്ക് തുടരുകയാണ്. ശ്യാംകുമാർ ചങ്ങമ്പുഴ പാർക്കിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ശ്യാം, ശരിക്കും ഈ ഒഴുക്ക് അവസാനിക്കുന്നില്ല. ഒരുപക്ഷെ അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ദുഃഖകരമായ കാര്യമാണ് പഹൽഗാമിൽ ഉണ്ടായത്. ഏറ്റവും സഹൃദയനായ ഒരു മനുഷ്യൻ്റെ ജീവനെടുക്കാൻ തീവ്രവാദികൾക്ക് അവിടെ കഴിഞ്ഞു. നിരായുധനായ ഒരു മനുഷ്യനെ നിർദ്ദയം കൊലപ്പെടുത്തുകയായിരുന്നു ഇവർ ചെയ്ത്. 26 പേർ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയഴിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 26 പേരിൽ ഒരാളായി ഇടപ്പള്ളിയിലെ എൻ രാമചന്ദ്രൻ മാറുകയായിരുന്നു. നാട് നൽകുന്ന അന്ത്യാഞ്ജലി അദ്ദേഹം ഏറ്റുവാങ്ങുകയാണ്. കണ്ണീരോടെ ഈ നാട് അദ്ദേഹത്തിന് വിട ചൊല്ലാൻ ഒരുങ്ങുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ദുഃഖാർത്തരായ കുടുംബങ്ങളെ കാണുമ്പോൾ നമുക്ക് എന്താണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? SKN ഈ നാടൊന്നാകെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാമേന്ദ്രൻ എന്ന വ്യക്തിയെ അറിയാവുന്നവരും ഈ ദുരന്തമുണ്ടായ ശേഷം തീവ്രവാദികളുടെ വെടിയേറ്റ് അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ അതറിഞ്ഞ ശേഷം ആ കുടുംബത്തോടുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയവരുമൊക്കെ എല്ലാവരും അദ്ദേഹത്തെ അറിയാവുന്നവരല്ല. പക്ഷേ ഇവിടെ എത്തുന്നവരുടെ ഒക്കെ മനസ്സിലൊന്നാണ്, ഈ നാടിനെ തീവ്രവാദികൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് എന്നവർ പറയുകയാണ്. മന്ത്രി രാജീവ്, സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി പി രാജീവ് ഇപ്പോൾ രാമചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഈ ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിയപ്പോൾ മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ മൃതദേഹം ഏറ്റുവാങ്ങിയത്. എറണാകുളം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും മന്ത്രി പി രാജീവിനെ അനുഗമിക്കുന്നുണ്ട്. അദ്ദേഹം കുടുംബാംഗങ്ങളുമായി കാണും, ആദരാഞ്ജലികൾ അർപ്പിക്കും, അനുശോചനം രേഖപ്പെടുത്തും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SKN ഈ നാട്ടിലേക്ക് SKN പറഞ്ഞ പോലെ ഒഴുകിയെത്തുന്നത് ഈ നാടിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ്. കാരണം ഈ കുടുംബത്തോടുള്ള ഒരു പിന്തുണ പ്രഖ്യാപിക്കൽ കൂടിയാണ് അദ്ദേഹത്തെ അറിയുന്നവരും അറിയാത്തവരും ഉൾപ്പെടെ ഇവിടെ എത്തുമ്പോൾ അത് രേഖപ്പെടുത്തുന്നത്. തീവ്രവാദികൾക്ക് ഈ നാടിനെ ഒന്നും ചെയ്യാനാകില്ല, ഇത് ഞങ്ങളുടെ നാടിനൊന്നും സംഭവിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ഓരോരുത്തരും ഇങ്ങോട്ട് എത്തുന്നത്. വലിയ ഒരു ക്യൂ തന്നെ രാവിലെ തന്നെ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. രാമേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ അറിയാവുന്നവരും ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായ ശേഷം അറിഞ്ഞ് ഇങ്ങോട്ട് എത്തുന്നവരുമൊക്കെ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ്. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയാതെ പറഞ്ഞാണ് ആ മൃതദേഹത്തിന് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവരെല്ലാവരും പോകുന്നത്. അതിനിടയിലാണ് ജനപ്രതിനിധികളും മത സാംസ്കാരിക നേതാക്കളും നേതൃത്വം നൽകുന്നവരുമൊക്കെ അങ്ങനെ ഒരു വലിയ വിഭാഗം ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ആദരാഞ്ജലികൾ അർപ്പിച്ച് കടന്നു പോവുകയാണ്. ഇപ്പോൾ മന്ത്രി പി രാജീവ് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, മകൻ, ആ ദൗർഭാഗ്യകരമായ സംഭവത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ആ 2 കുഞ്ഞുങ്ങൾ, അങ്ങനെ എല്ലാവരും അവിടെയുണ്ട്. അവരെ കണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ, രാമേന്ദ്രൻ്റെ മകനാണ് ഇപ്പോൾ മന്ത്രി പി രാജീവിന് അടുത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മകളോടുമാണ് മന്ത്രി പി രാജീവ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. SKN നമ്മൾ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ആൾക്കൂട്ടം ഇങ്ങോട്ട് എത്തുന്നു. അതിന് ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും നിറവ്യത്യാസമില്ല. വലിയൊരു ആൾക്കൂട്ടം ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് എല്ലാവർക്കും ഒന്ന് തന്നെയാണ് പറയാനുള്ളത്. നേരത്തെ SKN പറഞ്ഞ പോലെ തന്നെ ഈ നാട് തീവ്രവാദത്തെ ചെറുത്തു തോൽപ്പിച്ച ചരിത്രമുള്ള നാടാണ്, അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഓരോരുത്തരും എത്തുന്നത്. SKN ഏതായാലും 9:30 വരെയാണ് SKN രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഇടപ്പള്ളി പാർക്കിൽ ഉള്ളത്. അതിനുശേഷം ആ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും രാമചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, ആ ഒരു കുടുംബനാഥൻ, അദ്ദേഹത്തിന് ഈ നാട്ടുകാരോട് ഉണ്ടായിരുന്ന സൗഹൃദം, ബന്ധം എന്നിവയുടെ തെളിവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഈ ആൾക്കൂട്ടം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അത്ര വലിയ സൗഹൃദം കാത്തുസൂക്ഷിച്ചൊരു വ്യക്തിയാണ് ഈ പ്രദേശത്തുകാർക്ക് രാമചന്ദ്രൻ എന്ന് അദ്ദേഹം പലവട്ടം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറഞ്ഞ കാര്യമാണ്. SKN നിലവിൽ മന്ത്രി പി രാജീവ് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടുള്ള ആദരാഞ്ജലികൾ അദ്ദേഹം അർപ്പിക്കുകയാണ്. മേയർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനോട് ഒപ്പമുണ്ട്. MP ഹൈബി ഈഡൻ അദ്ദേഹത്തോടൊപ്പമുണ്ട്. CPIMൻ്റെ ജില്ലാ സെക്രട്ടറി സതീഷ് അദ്ദേഹത്തോടൊപ്പമുണ്ട്. അങ്ങനെ ഒരു നാടിൻ്റെ പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ടും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുമാണ് ഇവിടെ എത്തുന്നത്. വലിയ ആൾക്കൂട്ടം അത് കാത്തു നിന്ന് തന്നെയാണ്. ബാരിക്കേഡുകൾ, ഗവർണർ ഉൾപ്പെടെയുള്ളവർ വരുന്നതുകൊണ്ട് ബാരിക്കേഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചാണ് ആളുകളെ കടത്തിവിടുന്നത്. അത് ഒരു വരിയായി
ആളുകൾ കാത്തു നിന്ന് തന്നെയാണ് രാമേന്ദ്രന് എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി രാജീവ് ഇവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങുകയാണ്. SKN അദ്ദേഹം കുടുംബാംഗങ്ങളെ കണ്ട് അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ നാട് മുഴുവൻ അത് രാവിലെ തന്നെ രാമേന്ദ്രന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ എത്തി കാത്തുനിന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. SKN കഴിഞ്ഞ വിഷു ദിനത്തിലാണ് കുടുംബവുമൊത്ത് വിഷു ആഘോഷിച്ച ശേഷം ആ കുഞ്ഞുങ്ങളുമായി മക്കളുമായി അവർ വിദേശത്തായിരുന്നു. അവർ എത്തിയ ശേഷം അവരുമൊത്ത് കാശ്മീരിലേക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വിനോദയാത്രയ്ക്ക് വേണ്ടി ആ കുടുംബം ഒരുമിച്ച് പോയത്. ഹൈദരാബാദിലെത്തി തൻ്റെ സഹോദരിയെ സന്ദർശിച്ച ശേഷമാണ് അവിടെ നിന്ന് അദ്ദേഹവും കുടുംബവും അങ്ങോട്ട് പോകുന്നത്. അവിടെ വെച്ചാണ് ഭീകരവാദികളുടെ വെടിയേറ്റ് രാമേന്ദ്രൻ മരിക്കുന്നത്. പക്ഷേ ആ സംഭവത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ മകൾ കാണിച്ച ആ ഒരു ധൈര്യവും ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്ത രീതിയുമൊക്കെ വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടിരുന്നു. ആ കുടുംബം ഉൾപ്പെടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആ മൃതദേഹത്തിൻ്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം കേരള ഗവർണർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് SKN ഈ പ്രദേശത്തിന് വലിയ, അതായത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുകയും ചെങ്ങമ്പുഴ പാർക്കിൽ നാടിന്റെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങുകയാണ് എൻ രാമചന്ദ്രൻ. കഴിഞ്ഞ 22-ാം തീയതി കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ തീവ്രവാദികൾ വെടിയുതിർത്തപ്പോൾ കൊല്ലപ്പെടുകയായിരുന്നു രാമചന്ദ്രൻ. നിരായുധരായ ഒരു സംഘം ടൂറിസ്റ്റുകളെയാണ് ഈ തീവ്രവാദി കൊലപ്പെടുത്തി. 26 പേർക്ക് അന്ന് ജീവൻ നഷ്ടപ്പെട്ടു. പുൽവാമയ്ക്ക് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പഹൽഗാമിൽ നടന്നതെന്ന് നമുക്കറിയാം. ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള ദ റെസിഡൻസ് ഫ്രണ്ട് അഥവാ TRF എന്ന് പറയുന്ന സംഘടനയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ ഇവർ രണ്ടുപേർ പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ജമ്മുകശ്മീർ പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാൻ്റെ പിൻബലത്തോടെ തന്നെയാണ് ഈ ആക്രമണം നടന്നത് എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. AK ആൻ്റണിയെ പോലെ പ്രതിരോധ രംഗവുമായി ബന്ധമുള്ള ആളുകളൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ സഹായമില്ലാതെ ഇത്തരം ഒരു ആക്രമണം തീവ്രവാദികൾക്ക് പഹൽഗാം പോലൊരു സ്ഥലത്ത് നടത്താൻ കഴിയില്ല എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ ആൻമരിയ സണ്ണി കൂടി നമുക്കൊപ്പം ചേരുന്നു. 9:30 മണിവരെ ഈ ചെങ്ങമ്പുഴ പാർക്കിലാണ് കണ്ണീരോടെ നാട് അദ്ദേഹത്തിന് വിട നൽകുക. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും.